ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര പാപങ്ങൾ പൊറുക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു മാസത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള മാസങ്ങളും ഇബാദത്തുകളും കർമ്മങ്ങളും എന്നൊക്കെയുള്ള ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാവണം എന്നാരെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഇത്തരത്തിലുള്ള പരിപാടികളും ഇബാദത്തുകളും നമ്മൾ നിർവഹിക്കാറുള്ളത്. മറിച്ചൊരേ ഒരു ലക്ഷ്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടെ വിട്ടുപോകും. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം, റബ്ബ് നിശ്ചയിച്ച രീതി അത് ലോകത്ത് ഇന്ന് വരെ ഒരാൾക്കും മാറ്റാനോ തിരുത്താനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില കവികൾ അവരുടെ കവിതയിലൂടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ജനനവും മരണവും വളരെ ഭംഗിയായില്ല. അവരുടെ കവിതയിൽ ഇങ്ങനെ കാണാം, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെയൊക്കെ നിങ്ങളെ ഉമ്മ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ടാണ്. ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി കൊണ്ട് മൂകമാകും. ഡോക്ടർമാരും നഴ്സുമാരും ഇങ്ങനെ പരക്കം പായും. പുറത്ത് കാത്തു നിൽക്കുന്ന കുടുംബക്കാരോട് ചോദിക്കും, അല്ലെ കുടുംബക്കാര് ചോദിക്കുമ്പോ ചില നഴ്സുമാരൊക്കെ പതുക്കം പറയും, ഡെലിവറി ഒക്കെ കഴിഞ്ഞു, കുട്ടി മിണ്ടുന്നില്ല. ഉടനെ കുടുംബക്കാരും കൂടെ കരയാൻ തുടങ്ങും. നിമിഷ നേരം കൊണ്ട് ആ കുട്ടി ആർത്ത് കരയുമ്പോ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ, ആ കരച്ചിൽ കേൾക്കുന്ന എല്ലാവരും ആ കരച്ചിൽ ആസ്വദിച്ചുകൊണ്ട് ചിരിക്കും. ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ചിരിച്ചോണ്ടിരിക്കുമ്പം കരഞ്ഞ് ജനിച്ചവനാ ഞാനുങ്ങളൊക്കെ. നമ്മളെ കരച്ചിൽ കണ്ട് കുടുംബക്കാരൊന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചാന്ന എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ.
നീ തുറന്ന നിന്റെ കണ്ണുകൾ മറ്റൊരാൾ അടയ്ക്കുന്നൊരു ദിനം വരും. നിന്റെ തുറന്നുപോയ വായ മറ്റൊരാൾ കൂട്ടിക്കെട്ടുന്നൊരു ദിനം വരും. നീ ധരിച്ച നിന്റെ വസ്ത്രത്തിന്റെ കുടുക്കുകൾ പോലും മറ്റൊരാൾ അയക്കുന്നൊരു ദിനം വരും. നീ കുളിച്ച നിന്റെ ഒറ്റക്കുള്ള കുളിക്ക് പകരം 5 പേരും 6 പേരും നിന്നെ കുളിപ്പിക്കുന്ന ഒരു ദിനം വരും. നീ വിസർജിച്ചിരുന്ന ഒറ്റക്ക് പകരമായി ഇടത്തെ കൈയിൽ ശീല ചുറ്റി നിന്റെ മക്കളോ കുടുംബക്കാരോ നിന്നെ വയറു വൃത്തിയാക്കി വിസർജിപ്പിക്കുന്ന ഒരു ദിനം വരും. അന്ന് നിനക്ക് സുരക്ഷിതനായി പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് എനിക്ക് മടങ്ങണമെങ്കിൽ എന്റെ ചുറ്റുള്ള കുടുംബക്കാരൊക്കെ നിന്നെ ഓർത്ത് കണ്ണീരും സങ്കടമായിട്ട് നിൽക്കുമ്പോ അവർക്ക് നടുവിൽ സന്തോഷത്തോടെ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് എനിക്ക് പോകണമെങ്കിൽ നിനക്ക് നീ അധ്വാനിക്കണം. നിന്റെ പേരോ തറവാടോ പണമോ ദുനിയാവിലുള്ള സ്റ്റാറ്റസോ പദവിയോ ഇതൊന്നും നിന്റെ കബറിലേക്ക് പടച്ചോൻ എനിക്ക് പ്രത്യേക പരിഗണന തരൂല. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി മരിച്ചപ്പം വെച്ചത് ആറടി മണ്ണിലാണ്. ഈ കാട്ടുകുളങ്ങര പ്രദേശത്ത് റോഡ് വക്കിൽ ഒരു ഐസുണ്ടി വരതി വെക്കുന്നോ മരിച്ചാലും വൈദികുട്ടിക്ക മരിച്ചാലും വെക്കുന്നത് 6 അടി മണ്ണിലാണ്. പടച്ചോന്റെ ദുനിയാവെന്ന് ശ്വാസം തലച്ച് മണ്ണുക്ക് വീണ ആ മണ്ണിന്റെ അടിയിലേക്ക് മാറ്റുന്നവൻ ഒരൊറ്റ പേരേ ഉള്ളൂ, മയ്യത്ത്. അത് റബ്ബ് ഏത് നിമിഷവും കൊണ്ടുപോകാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അല്ലേ? ഇശാ ജമാഅത്തിന് വാപ്പാന്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിച്ച 4 മക്കള് സുബഹി ജമാഅത്തിന്റെ മുൻപ് പടച്ചോന്റെ അടുത്തേക്ക് പോയി. ചിന്തിക്കാൻ പറ്റുമോ? ഒന്നിനെ പടച്ചം കൊണ്ടുപോയിരിക്കുന്ന നമ്മൾ പറയാ 4 ആൺകുട്ടികളെ 4നെ അള്ളാഹു കൊണ്ടുപോയ കാഴ്ച. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു മരണം ഉണ്ടായിരുന്നു. 5 കൊല്ലായിട്ട് ആ ചെറുപ്പക്കാരൻ പ്രവാസിയാണ്. വാപ്പന്റെ പേരിലുള്ള കുറച്ച് കടവും പഴയ വീടൊക്കെ ഒന്ന് പൊളിച്ച് നന്നാക്കണം എന്നുള്ള പൂതിയും വെച്ചുള്ളതൊക്കെ നുള്ളിപ്പെറുക്കി പ്രവാസിയായ നാട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, ഒരു സാധുവായ പെൺകുട്ടിയുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, ചെറിയ മക്കൾ. 5 കൊല്ലത്തിന് ശേഷം റമദാനിന്റെ 2 മാസം മുൻപ് കരിപ്പൂരിക്ക് വിമാനം കയറി. വിമാനം ലാൻഡ് ചെയ്തപ്പോൾ എഴുന്നേറ്റ് നിന്നും തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂർ എത്തിയില്ലേ? എത്തി എന്ന് കേട്ടപ്പോ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് പിന്നിലേക്ക് ചാരിക്കടന്നു. മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള 148 യാത്രക്കാരും പുറത്തേക്ക് പോയി. ഈ സാധു മകനെ കാത്തിരിക്കുന്ന ഒരു വാപ്പയമ്മയും ആ കരിപ്പൂര വിമാനത്താവളത്തിന്റെ പുറത്ത് കമ്പിവേലിന്റെ പുറത്തുണ്ട്. 5 കൊല്ലത്തെ വിരഹത്തിന്റെ വേദനയായിട്ട് കാത്തുക്കുന്ന ഒരു പെണ്ണുണ്ട്. വാപ്പാനെ കാണാൻ പൂതി വെച്ച് വാപ്പാന്റെ പെട്ടിക്ക് കാത്തു നിൽക്കുന്ന 2 പൈതൽ ചെറിയ പെൺകുട്ടികളും ഉണ്ട്. എയർപോർട്ടിന്റെ ഉള്ളിൽ ഓരോരുത്തരും പെട്ടിയായിട്ട് ഉന്തിപ്പോകുമ്പോഴൊക്കെ ആ കുടുംബം പ്രതീക്ഷയോടെ കാത്തുന്നു. ഒരമോ വരുന്നില്ല. അവസാനത്തെ വ്യക്തിയും പോയി. മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ആരും പുറത്തേക്ക് വരാതായപ്പോ ഈ കുടുംബം കരയാൻ തുടങ്ങി. അവിടെയുള്ള ഡ്രൈവർമാരൊക്കെ വന്ന് വിവരന്വേഷിച്ചു. എയർപോർട്ടിലെ അധികൃതരുമായിട്ട് സംസാരിച്ചു. പെട്ടെന്ന് 2 ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പറഞ്ഞു പോലും നമുക്കൊന്ന് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി വരെ പോണം. ആ ഉദ്യോഗസ്ഥന്മാരെ കൂടെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ മുൻപിലെത്തിയപ്പോ ആശുപത്രിയിലെ ഐസിയുവിന്റെ മുൻപിൽ ഒരു സ്ട്രെച്ചറിൽ ജീൻസും ഒരു കള്ളിക്കുപ്പായും ഉണ്ട്. ശരീരമാസകലം ഒരു വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു ശരീരത്തിന്റെ മുഖത്തുനിന്ന് തുണി മാറ്റിയിട്ട് ഡോക്ടർമാര് ചോദിച്ചു പോലും ഇതാണോ നിങ്ങളെ മോൻ? നിമിഷ നേരം കൊണ്ട് ആ മകനെ വാരി പിടിച്ച് വാപ്പ ചോദിച്ചൊരു ചോദ്യം ഇന്നും ഡ്രൈവർമാര് സങ്കടത്തോടെ പറയും, എന്തിനാ പടച്ചോനെങ്കിന്റെ മോനെ കൊണ്ടുപോയി? ഞാനും ഇവളൊക്കെ എന്റെ റബ്ബേ ഗുളികമ്മല് ജീവിക്കുന്നു. ഞങ്ങളെ കൊണ്ടൊക്കെ എന്താ റബ്ബേ നീ ദുനിയാവിനൊരു ഗുണം? ഞങ്ങളിൽ ഒരാളെ പോലെ എനിക്ക് എന്തിനാ പടച്ചോനെങ്കി ആ പെൺകുട്ടീനെ വിധവയാക്കിയ? എന്തിനാ റബ്ബേക്ക് സാധു മക്കളെ എത്തിമക്കളാക്കിയ? നെഞ്ചു പൊട്ടി കരയുന്ന ഒരു വാപ്പാന്റെ കരച്ചിലിന്റെ മറവിൽ എവിടെയോ നമ്മളൊക്കെ ഈ മണ്ണ് വിട്ടിട്ടുണ്ടാവും. മക്കളെ കൈയിടിച്ചെടുക്കാൻ ഞാനും ഉണ്ടാവുമോ? ഒരുറപ്പുമില്ല. ഈ വളർന്ന മുടിവെട്ടം നമ്മൾ ഉണ്ടാവുമോ? ഒരുറപ്പുമില്ല. നാളെ സുബഹിക്ക് നിൽക്കാൻ നമ്മൾ ഉണ്ടാകുമോ? ഒരു ഗ്യാരണ്ടിയും ഇല്ല. ജനിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരൊറ്റ ഉറപ്പേ നമുക്കുള്ളൂ, മരിക്കും ഏത് സെക്കൻഡും. എന്തിനാ പടച്ചോൻ ഓരോരുത്തരെ ഇങ്ങനെ മരിപ്പിക്കുന്നത്? ഒരുപാട് കുടുംബങ്ങളെ സങ്കടപ്പെടുത്താനും കുറെ ആൾക്കാരെ ജനിപ്പിക്കാനും വേണ്ടിയല്ല, മറിച്ച് നാളെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടാവണം. ചോദ്യം നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മഹ്ശറ തുടങ്ങി സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുന്ന ലോകത്തേക്ക് റബ്ബിന്റെ ഓരോ ചോദ്യത്തിനും
ഈ ലോകത്തുള്ള ഉത്തരവുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. ആ ചോദ്യങ്ങളിൽ എന്റെ ഉമ്മത്ത് തോറ്റുപോകുന്ന ഒരു ചോദ്യത്തെ പറ്റി നബി തങ്ങൾ കണ്ണീരോടെ പറഞ്ഞു. മദീന മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തുമ്പോൾ പ്രവാചകൻ സങ്കടത്തോടെ പറഞ്ഞു, എന്റെ ഉമ്മത്ത് നിസ്കാരത്തിൽ ചിലപ്പോൾ രക്ഷപ്പെടും, ഓല് നിസ്കരിക്കും. എന്റെ ഉമ്മത്ത് നോമ്പിന് രക്ഷപ്പെടും, അവർ പട്ടിണി കിടക്കും. എന്റെ ഉമ്മത്ത് സകാത്തിൽ കഴിച്ചിലാകും, അവർ സമ്പത്ത് ദാനം ചെയ്യും. അള്ളാഹുവിന്റെ മണ്ണിലേക്ക് കഅബാലയത്തിലേക്ക് ലബ്ബൈക ചൊല്ലി അതിഥികളായിട്ട് അവർ വരും. പക്ഷെ എന്റെ റബ്ബ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ തലകുനിക്കും, അവർ വെപ്രാളപ്പെടും, അവർ കരയും. ഉത്തരല്ലാണ്ട് പടച്ചോന്റെ മുൻപിൽ വെച്ച് സ്വന്തം ജീവിതത്തിന്റെ പരാജയത്തെ ഓർത്ത് അവർ വിങ്ങിപ്പൊട്ടും. മദീന പള്ളിയിൽ ഇരിക്കുന്ന സ്വഹാബത്ത് ഞെട്ടി എഴുന്നേറ്റ് ചോദിച്ചു, റസൂലേ, ഏത് ചോദ്യത്തിനാ, ഏത് ചോദ്യ നബിയെ ഞങ്ങളെ തോൽപ്പിക്കുക? ശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 1-ാമത്തെ വാക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഓതി കൊടുത്തു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ അള്ളാഹു വിശ്വസിച്ചേൽപ്പിച്ച നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സ്വർഗത്തിലെത്തിച്ചോ? ആയിരക്കണക്കിന് പടച്ചോൻ കൊടുക്കാത്ത ഒരുപാട് ഇണകൾ ഈ ദുനിയാവിൽ ഉണ്ടാകുമ്പോ മക്കളെന്ന അനുഗ്രഹം കിട്ടി. 2 ആൺകുട്ടികളെ കിട്ടി, ഒരു പെൺകുട്ടീനെ കിട്ടി, 3 പെൺകുട്ടികളെ കിട്ടി, 4 ആൺകുട്ടികളെ കിട്ടി. ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടും ആ കുടുംബത്തെ പടച്ചോന്റെ സ്വർഗത്തിലെത്തിച്ചോ? അള്ളാഹു എനിക്ക് പണം തന്നതുപോലെ, കയറിക്കിടക്കാൻ ഒരു വീട് തന്നതുപോലെ, അള്ളാന്റെ വലിയൊരു നിഅമത്തായിട്ട് പടച്ചോൻ എനിക്ക് തന്നതാ എന്റെ കുടുംബം. മനുഷ്യനെ കുടുംബാണ് ദുനിയാവിൽ ഏറ്റവും വലുത്. ഉദാഹരണമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് ഒരു 6000 സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരുണ്ട്. നിങ്ങളും പെണ്ണുങ്ങളും എത്ര ദിവസത്തിന്റെ ഉള്ളിൽ സമാധാനത്തോടെ നിൽക്കും? ഒരാഴ്ച കിടന്നുറങ്ങിയാൽ പിന്നെ സ്വയം സമാധാനം ഉണ്ടാവില്ല. അവിടെ മക്കളും കുടുംബവും ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് ഭംഗിയാവുന്നത്. കോടികളുടെ കാറുകളുടെ കയ്യിലുണ്ട്. എത്ര കാലങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് യാത്ര ചെയ്യും. അതിൽ കലവിന് കൂടുന്ന മക്കൾ ഉണ്ടാകുമ്പോൾ ആ യാത്ര മനോഹരാകുന്നത്. ഈ ഒരു നമസ്കാരത്തിന് പോലും നിങ്ങൾ വന്ന് തിരിച്ചു പോകുമ്പോഴുള്ള പ്രതീക്ഷ എന്താ? മക്കൾ വീട്ടിലുണ്ട്, ഓരോ ഒരു കഞ്ഞി കുടിച്ച് കിടക്കാന്നുള്ള പൂതിയ. നേരം കൊടുക്കുമ്പോ മക്കളെ യാത്രയാക്കുമ്പോഴുള്ള മോഹ. അതുകൊണ്ടാണ് നിങ്ങളെ അധ്വാനിക്കാൻ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾ നേരം കൊടുത്തിട്ട് പുറത്തിറങ്ങുന്നത്. അവനാന്റെ ഭാര്യമാർ അലാറം വെച്ച് എഴുന്നേറ്റ് കുടുംബം നോക്കുന്നത് ആ കുടുംബത്തിൽ അമ്മ കൊടുത്ത മക്കളുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞതും വല്ലർഹാം, ആ കുടുംബത്തെ പറ്റി പടച്ചോൻ ചോദിച്ചിട്ടല്ലാതെ ഒരടി അള്ളാന്റെ മഹിഷറയിൽ മുൻപോട്ട് വെക്കാൻ നിങ്ങളെ മടമ്പനക്കാൻ പടച്ചോൻ സമ്മതിക്കൂല. ആ ചോദ്യത്തെ കുറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിന്തിച്ചപ്പോഴാ സഹാബാക്കളിൽ പലരും ബോധം കെട്ട് വീണ്. മദീന പള്ളിയിൽ നബി തങ്ങള് ഏത് ആയത്തോന്നുന്നോ അല്ലെങ്കിൽ ഏത് നിസ്കാരത്തിന് നിൽക്കുമ്പോഴും ഒരായത്തോന്നുമ്പോ സഹാബത്ത് ബോധം കെട്ടു വീണു. നമസ്കരിച്ച് സലാം കിട്ടുന്ന നബി തങ്ങളുടെ ഒരല്പം പൂജയിൽ വെള്ളവുമായിട്ട് ഇങ്ങനെ പോകും. ബോധം കെട്ടിടക്കുന്ന സഹാബത്തിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ വെള്ളം തെളിക്കുമ്പോ ഞെട്ടി എഴുന്നേറ്റ് കണ്ണു തുറിച്ച് ഇങ്ങനെ കരയുന്ന സഹാബാക്കളോട് ഒരല്പം പരുക്കൻ സ്വരത്തിൽ നബി തങ്ങൾ ചോദിക്കുന്ന, എന്തെങ്കിലും കഴിച്ചിട്ട് വരണ്ടോ നിസ്കരിക്കാൻ? അതല്ലേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച്? പട്ടിണി കൊണ്ടല്ലേ നിങ്ങൾ ബോധം കെട്ടുവന്ന്? ആ ചോദ്യത്തിന് അവര് മേൽവസ്ത്രം ഉയർത്തി കാണിച്ചു. പരന്ന പാറക്കല്ല് വയറ്റ തീത്തപ്പന നാലുകൊണ്ട് സഹാബത്ത് ഇങ്ങനെ മുറുക്കി കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവർ വിങ്ങിപ്പൊട്ടിയിട്ട് പറഞ്ഞു, നബിയെ, സുജൂദ് പോകുമ്പം കിടന്നു ആണ്ടിക്കാൻ, റുക്കൂ പോകുമ്പം കുമ്പിട്ട് വീണു പോകാതിരിക്കാൻ ഈ പാറക്കല്ല് ഞങ്ങളെ പട്ടിണിയെ കരുതും നബിയെ. ഈ പാറക്കല്ല് ഞങ്ങളെ സഹായിക്കും. പിന്നെ എന്തിനാ സഹാബത്തെ നിങ്ങൾ ബോധം കെട്ട്? നബി തങ്ങളുടെ മുഖത്ത് നോക്കി സഹാബത്ത് പറഞ്ഞു, റസൂലേ, നിങ്ങൾ ഓതിയ ആയത്ത് അത് ഹൃദയത്തിലെത്തിയപ്പോ നെഞ്ഞു പടയുന്നത് പോലെ തോന്നി, കണ്ണ് മറയുന്നത് പോലെ തോന്നി. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ ബോധം കെട്ടുകയല്ല. ഏതാ സഹാബത്തിനെ ഏറെ കരയിപ്പിച്ച ബോധം കെടുത്തിയ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. പടച്ചോൻ വിളിച്ചത് കാഫിരീങ്ങളെയല്ല, ഇന്ന് വരെ പള്ളിയിൽ വരാത്ത കാഫിരീങ്ങളെയല്ല. പടച്ചോൻ വിളിച്ചത് മുർത്തദീങ്ങളെയല്ല. അല്ലാഹു വിളിച്ചത് അല്ലാഹുവിന്റെ ദീനിനെ ധിക്കരിച്ചവരെയല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിനെ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ, അല്ലാഹു അല്ലാത്ത ഒരാളെ നേരെയും പ്രാർത്ഥിക്കാത്ത മുഅ്മിനീങ്ങളെ,
5 വക്ത് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളെ പടച്ചോന്റെ നരകത്തിൽ നിന്ന് കാക്കണം. നിങ്ങൾ നിങ്ങളെ അള്ളാന്റെ നരകത്തിൽ നിന്ന് കാക്കണം. ഇത് കേൾക്കുമ്പോ ചില വാപ്പാരൊക്കെ പറയലുണ്ട്, ഞാൻ പള്ളിക്ക് പോകലുണ്ട്, പക്ഷെ മക്കളെവിടെ? ഞാൻ തറാവിക്കൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കും, മക്കളെവിടെ? ഞാൻ ഖുർആൻ ക്ലാസ്സിന് പെണ്ണുങ്ങളും പോവും, ഞാനും പോവും. 10 ആയത്ത് ഓതാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകലില്ല. മക്കളെവിടെ? പടച്ചോൻ എനക്കൊരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി തന്നതാ മക്കളെ. എനിക്ക് പണം തന്ന റബ്ബ്, നിനക്ക് ആയുസ് തന്ന റബ്ബ്, നിനക്ക് ശ്വാസം തന്ന റബ്ബ്, നിനക്ക് വെള്ളം തന്ന റബ്ബ്, അതുപോലെ നിനക്ക് നിന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യത്തിന് ഏൽപ്പിച്ചു തന്ന നിന്റെ കുടുംബവും അവരെന്നെ കാക്കണം നരകത്തുനിന്ന്.